എന്തു പറയാനാ, റോഡിലിപ്പോ കള്ളന്മാരുടെ പേട്ടയാ. നാട്ടുകാർക്ക് ഇറങ്ങി നടക്കാൻ വയ്യാതായി. എല്ലാം ഒന്ന് നോക്കിയും കണ്ട് ചെയ്യട്ടോ. ഞാൻ പിന്നീട് വിളിക്കാം. സാർ വാ, ഇരിക്ക്. എന്താണ് വിഷയം? എൻ്റെ പേര് ശിവ എന്നാണ് സാർ. എൻ്റെ ഫോണ് കാണാതെ പോയി. ഒരു ഫോണ് കാണാതെ പോയപ്പം ഡയറക്റ്റ് ആയിട്ട് നേരെ എന്റെ ക്യാബിനിലേക്കാണോ വരുന്നത്? നിങ്ങൾ പോയി കോൺസ്റ്റബിളിന്റെ കംപ്ലൈന്റ് കൊടുക്കുക. സാർ, ഞാൻ ആ ബുള്ളക് ബായുടെ ഫ്രണ്ടാണ് സാർ. അയാൾ സാറിനെ വിളിച്ചു എന്ന് എന്നോട് പറഞ്ഞു. ബുള്ളക് ബായി? അല്ല, രാമപുരംകാരനാണോ? ആ അതെ സാർ. ഞാൻ ഫോൺ കണ്ടായിരുന്നു, പക്ഷെ ഞാൻ എടുത്തില്ല. ഇതായിരുന്നല്ലേ കാര്യം? ആ ഫോൺ എനിക്ക് വളരെ അത്യാവശ്യമാണ് സാർ. അതിൽ ഇമ്പോർട്ടൻ്റ് ഡീറ്റെയിൽസ് ഉണ്ട്. അങ്ങനെ അത്യാവശ്യമാണെങ്കിൽ വേറൊരു ഫോൺ മേടിച്ച പോരെ? ഇതൊക്കെ ലേറ്റ് ആവും. ബുള്ളക്ക് സാറിനോട് സംസാരിച്ചെന്ന് പറഞ്ഞായിരുന്നു. എന്തോന്ന് ബുള്ളക് ബായ് ബുള്ളക് ബായ്? അയാളെന്താ ഹോം മിനിസ്റ്റർ ആണോ? ഒരു കള്ളത്തരത്തിന് അറസ്റ്റ് ചെയ്തപ്പോ എനിക്ക് കൈക്കൂലിയായിട്ട് 10,000 തന്നെ, അത്രേ ഉള്ളൂ. സാർ, പക്ഷേ ഫോൺ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഒരു കാര്യം ചെയ്യ്, അത്ര അത്യാവശ്യമാണ്, ഇതങ്ങ് എടുത്തു. സാർ, ആ ഫോൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കിട്ടിയ ഉടനെ പറയണേ. തീർച്ചയായിട്ടും ഇൻഫോം ചെയ്യാം മാഡം. ശിവ, ബുള്ളക് ബായ് ഫോൺ ചെയ്യുന്നുണ്ട്. ഹലോ, എന്താടാ, എന്ത് പറഞ്ഞു? സംസാരിച്ചോ? കുറച്ച് സമയം എടുക്കുന്നാ പറയുന്നത്. പിന്നെ സമയം എടുക്കില്ലേ? ഇതൊക്കെ അത്ര എളുപ്പമാണോ? കളഞ്ഞു പോയ ഫോൺ കണ്ടുപിടിക്കണ്ടേ? ഞാൻ വിളിച്ചാരും പറഞ്ഞായിരുന്നോ? അയാൾ എടുത്തില്ലെന്ന് എന്നോട് പറഞ്ഞു. അതും ആള് പറഞ്ഞു. ശരിയടാ, ശശി എന്ത് ചെയ്യുക? അവൾ ഏതു നേരം കരച്ചിലാടാ. അപ്പൊ നിനക്ക് കരയാൻ തോന്നില്ലടാ? എടാ ശരി വിട്, ഞാൻ പറയുന്ന കേക്ക്. നിങ്ങൾ കരച്ചിലൊക്കെ നിർത്തിയിട്ട് മോഷ്ടിച്ച സെക്കൻഡ് ഹാൻഡ് ഫോൺ എവിടൊക്കെ വിൽക്കുന്നുണ്ടോ, ഹൈദരാബാദിൽ എവിടൊക്കെ ഐഫോണിന്റെ ലോക്ക് അഴിക്കുന്നുണ്ടെന്നൊക്കെ തിരക്കി കണ്ടുപിടിക്കും. കിട്ടുമെന്ന് ഉറപ്പാണോ? തീർച്ചയായിട്ടും കിട്ടൂടാ. മേടിക്കുന്നവൻ സൂക്ഷിച്ചു വെച്ചാലും ഇല്ലെങ്കിലും മോഷ്ടിച്ചവൻ അത് എന്തായാലും വിൽക്കും. ഐഫോണിന്റെ ലോക്ക് കഴിക്കുന്ന നിങ്ങളുടെ വീടിന്റെ കഥ കഴിക്കുന്ന പോലെ ഈസി ആണെന്ന് വിചാരിച്ചോ? ഇതിനത്ര പ്രോസസ് ഉണ്ടെന്ന് അറിയാവോ? ഒന്നും അറിയാതെ ഇതൊക്കെ ഉപയോഗിച്ചോളും. 2000 രൂപയിൽ 10 പൈസ പറഞ്ഞാൽ പോലും ലോക്ക് ഓപ്പൺ ആകത്തില്ല. പോവാൻ നോക്ക്. നിന്റെ കടയിലെ വേറെ കട പോടും. പറയൂ സാർ, ഏത് ഫോണിന്റെ ലോക്കാണ് അഴിക്കേണ്ടത്? ഐഫോൺ 6. ഏത് കൺട്രിയാ? ഇന്ത്യ തന്നെ. ഇന്ത്യയുടെയോ? ഇന്ത്യയുടെ ആണെങ്കിൽ പിന്നെ എന്തിനാ അഴിക്കുന്നത്? അല്ല, അങ്ങനെ ആരെങ്കിലും അന്വേഷിച്ച് വരികയാണെങ്കിൽ ഈ നമ്പറിൽ എന്നെ വിളിച്ച് പറയണം. ഇതാണ് എൻ്റെ നമ്പർ. ഫ്രീ ആയിട്ട് വേണ്ട, ഞാൻ കാശ് തരാം. പഴയ ഫോൺ എനിക്ക്, പുതിയ ഫോൺ നിങ്ങൾക്ക്. എക്സ്ചേഞ്ച് ഓഫർ. വളരെ വിലക്കുറവാണ്. ഇതിന് ഭയങ്കര വിലയാ. ചേട്ടാ, ഐഫോൺ 6 ഉണ്ടോ? ഐഫോൺ 7 ഉണ്ട്. രാത്രി ഒരു ഐഫോൺ 6s വന്നില്ലേ? അതൊന്ന് എടുത്ത് കാണിച്ചേ. വേഗം ഒന്ന് കാണിക്കേ. ഞാൻ മറന്നുപോയി, കാണിക്കാം. ഇതല്ല, എന്റേത് സിൽവർ കളറാ. എന്താ, നിന്റെ ആണെന്നോ? എന്റെ ഫോൺ കളഞ്ഞുപോയി. ഈ ഷോപ്പിൽ എങ്ങനെ വിറ്റോന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. നീ എന്താ കടയിൽ വന്ന് ആളെ കളിയൊക്കെ? ഇതെന്താ കള്ളക്കച്ചവടം നടത്തുന്ന കടയാന്ന് വിചാരിച്ചോ? അങ്ങനെ നല്ല ചേട്ടാ, ഞാൻ പൈസ കൊടുത്തു. പോടാ. നിന്റെ പൈസയും വേണ്ട, ഒന്നും വേണ്ട. പോടാ, പോകാൻ പറഞ്ഞില്ലടാ നിന്നോട്. ചേട്ടാ, കാശ് ഒന്ന് വാങ്ങാൻ വേണ്ടിട്ടായിരുന്നു. ഷേപ്പ് മാറ്റാളിയും. പോടാ. ചേട്ടാ. ടെമ്പർ ഗ്ലാസ് 2 പീസേ ഉള്ള. നീ എടുത്തോളൂ, ആരാന്ന് വെച്ചാ വന്നോളൂ. ടെമ്പർ. Hello Shashi, where are you? We are all waiting for you. What happened, Shashi? Ashok, I can't come to office today. Oh my God. വെറുതെ ഇങ്ങനെ കരയാതെ ആ സമാധാനായിട്ടിരിക്കേ. ഫോണ് കിട്ടുന്നവരെ ശിവയുടെ അടുത്ത് തന്നെ നിൽക്ക്. തീർച്ചയായിട്ടും കിട്ടും. എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ചോദിക്കാൻ പഠിക്കരുത്. ഐ വിൽ ഹെൽപ്പ് യു ശശി. ടേക്ക് കെയർ. ഹലോ എടാ, ഫോൺ കിട്ടിയോടാ? ഇല്ലടാ, ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. നീ ഫോൺ കട്ട് ചെയ്തപ്പോൾ തൊട്ട് ഞാനിവിടെ ടെൻഷൻ അടിച്ച് നിൽക്കുക. ഫോൺ കിട്ടിയോ ഇല്ലയോ എന്താണെന്നറിയാതെ. ഞാൻ തന്നെ ഇത്രയും ടെൻഷനിൽ നിൽക്കുമ്പോൾ നിന്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. എപ്പോഴും ശശിയുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം. ഭയത്തിൽ കടുങ്ങ എന്തെങ്കിലും. ആ ശരിടാ. നീ കുറച്ച് വെള്ളം കുടിക്ക്. എല്ലാ വിധത്തിലും നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ഐ എം ഷുവർ നമ്മുടെ ഫോൺ എന്തായാലും കിട്ടും. ഇനി എങ്ങനെയെങ്കിലും ആ വീഡിയോ പുറത്തു പോയാൽ തന്നെ ഒരിക്കലും ഞാൻ നിന്നെ കൈവിടില്ല ശശി. നീ ധൈര്യമായിട്ടിരിക്കും. ശിവ,
എനിക്കെന്തോ നീ അറിഞ്ഞോണ്ട് ആ വീഡിയോ എടുത്ത് വെച്ച് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുമെന്ന് സംശയമുണ്ട്. Are you mad? നിന്റെ തലയുടെ പിരി ഇളകിപ്പോയോ? നീ എന്താ പറയുന്നത്? നിനക്ക് വല്ല ബോധമുണ്ടോ? ഞാൻ നിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നെന്നാണോ പറയുന്നത്? ഞാൻ എന്തിനെന്ത് ചെയ്യണം? നിന്റെ സൗന്ദര്യം കണ്ടിട്ടാണോ? ഞാൻ കാണാത്തതൊന്നുമല്ലല്ലോ. അതോ നിന്റെ പണം കണ്ടിട്ടാണോ? അതും എനിക്ക് ഇല്ലാത്തൊന്നുമല്ല. നീ വിചാരിക്കുന്നൊന്നും ശരിയല്ല. നിന്നോടുള്ള സ്നേഹം അടുപ്പൊക്കെ പോയി ഇപ്പൊ എനിക്ക് നിന്നോട് ദേഷ്യ. നിന്നെ കൊല്ലാനുള്ള ദേഷ്യം വന്നപ്പോഴൊക്കെ അത് ചെയ്യാതെ ഞാൻ നിന്നെ കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ. അതാ ഞാൻ. നീ എന്നെ വേണ്ടാന്ന് പറഞ്ഞപ്പോഴും നിന്റെ പിറകെ വേണം വേണം എന്ന് പറഞ്ഞ് ചുറ്റിക്കറങ്ങിയത് ഞാനല്ലേ? ആ എന്നെ ചെരുപ്പൂരി അടിക്കാ വേണ്ടത്. വൈകുന്നേരത്തിനുള്ളിൽ ആ ഫോൺ എങ്ങനെയെങ്കിലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. എന്നിട്ട് നിന്റെ അടുത്ത് നിന്ന് തന്നെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് ഞാൻ നിന്റെ ലൈഫിൽ നിന്ന് പോയിക്കോളാം. അതുവരെ നീ എന്നോട് ഒന്നും പറയണ്ട. കൊല്ലാതെ കൊന്നുകളയും ഞാൻ. കൊല്ലാതെ കൊന്നുകളയും. ഇവിടെ എന്തിനാ നിർത്തിയേ? രാവിലെ മുതൽ നീ ഒന്നും കഴിച്ചില്ലല്ലോ. നിനക്ക് വിശക്കുന്നുണ്ടാവും. വാ, എന്തേലും കഴിക്കാം. എനിക്കൊന്നും വേണ്ട. നിനക്ക് വേണമെങ്കിൽ നീ പോയി കഴിച്ചു. കരയാനുള്ള ആരോഗ്യമെങ്കിലും ഈ ശരീരത്തിൽ കുറച്ചെങ്കിലും വേണ്ടേ? നീ ഇവിടെ നിൽക്ക്, ഞാൻ എന്തെങ്കിലും വാങ്ങിയിട്ട് വരാം. ശശി, ശശി ചേട്ടാ, എന്റെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഈ വഴി പോകുന്ന എങ്ങനെ കണ്ടോ? ഇല്ല, എനിക്കറിയില്ല. ചേട്ടാ, ഒരു പെൺകുട്ടി ഇത് കൂടെ പോകുന്നുണ്ടോ? ഒരു കുട്ടി ഇപ്പോഴാണ് ഓട്ടോയിൽ കയറി പോയത്. ഓട്ടോയിലോ? ആ, പറയടാ. ശശി, വാട്ട് എ സെക്സി ഗേൾ. നീ സുന്ദരിയാണല്ലോടി. Who is this? എന്റെ പേരറിയണോ അതോ നിന്റെ വീഡിയോ വേണോ? വീഡിയോ? ഏത് വീഡിയോ? ഓ സോറി, വീഡിയോ അപ്പൊ നിന്റെതല്ലേ? ഓക്കെ ഓക്കെ, റൂം നമ്പർ. ബൈ. ഹലോ പ്ലീസ് പ്ലീസ്, നിങ്ങൾ ആരാ? എന്താ വേണ്ടേ? നീ വേണം, അതായത് വീഡിയോയിൽ ഇരിക്കുന്നത് പോലെ വേണം. ബട്ട് ഐ പ്രോമിസ്, ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യില്ല. വരിക, എന്റർടൈൻമെന്റ് ചെയ്യുക, ഫോണും വാങ്ങിച്ചിട്ട് പോവുക. നിനക്കൊരു 1/2 മണിക്കൂർ സമയം. അഡ്രസ് ഓൾറെഡി മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ബൈ. അശോക്. Yes, Miss Sashi, it's me. പ്ലീസ് അശോക്, ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? ഒരു ഫ്രണ്ടിന്റെ സ്ഥാനത്ത് ചോദിച്ചാൽ നീ സമ്മതിക്കോ? നോക്ക് ശശി, ഓഫീസിൽ 1 മണിക്കൂർ സമയം ചോദിച്ചിട്ട് വന്നത്. ടൈം വേസ്റ്റ് ചെയ്യല്ലേ? ജസ്റ്റ് half an hour.